അപ്പൊ എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളിൽ നിന്നെല്ലാം നേടിയെടുത്തല്ലേ? യെസ്, സന്തോഷം. എങ്ങനെയുണ്ട്? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇപ്പം ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ഭയങ്കര. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് ഈ ഒരു എക്സാം എഴുതണം എടുക്കണം എന്നൊക്കെ? എനിക്ക് ഒരു +1 +2 ഒക്കെ ആയപ്പോഴത്തേക്ക് ഫിസിക്സിനോടൊരു ഇഷ്ടം തോന്നി. അപ്പോഴത്തേക്ക് പിന്നെ ഈ എയറോസ്പേസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത്? അത് നമ്മുടെ ടെല്ലയിലെ നമ്മളെ അനന്തു സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു, ലൈക്ക് ഇതാണൊക്കെ ചോദിച്ച്. അപ്പം എനിക്ക് ബോർഡിന്റെ മാർക്ക് ഭയങ്കര കുറവാണെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പിയാണ് നടന്നത് +2. അപ്പം കീമിനിപ്പം എത്ര സ്കോർ വാങ്ങിയാലും അപ്പം അത്രയും റാങ്കും കൂടെ താഴെ പോകും. അപ്പം അങ്ങനെ ഞാൻ അനന്തു സാറിനോട് ചോദിച്ചു. രഞ്ജിത്ത് സാറും അനന്തു സാറും ഒക്കെ പറഞ്ഞ് IMU CET എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ ഉണ്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ. അപ്പം അത് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിനെ രജിസ്റ്റർ ചെയ്ത് അതിലെഴുതി. അതിലും റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുൽ സാറിനോടും ചോദിച്ചായിരുന്നു. അതുൽ സാർ പറഞ്ഞ് AME CET എന്ന് പറയുന്ന എക്സാം ഉണ്ട്, അപ്പം നീ അതും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കുക. പക്ഷെ മറൈൻ എഞ്ചിനീയറിംഗ് നല്ല എക്സാമാണ്, സ്പോൺസർഷിപ്പ് എക്സാമും കൂടെ എഴുതണം അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ രജിസ്ട്രേഷൻ വന്ന് നോക്കിയപ്പം ഈ സ്പോൺസർഷിപ്പ് എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് ഓൾമോസ്റ്റ് തീർന്നു. അപ്പം ലാസ്റ്റ് ഡേറ്റ് ആയി. അപ്പോഴത്തേക്ക് വിചാരിച്ച്, അതുപോലെ ഫിസിക്സിനൊരു ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഏതൊക്കെ എൻട്രൻസ് എഴുതിയാൽ കിട്ടും എന്നുള്ളത് ഇതായി. അപ്പോഴത്തേക്ക് AME CET എക്സാം ഉണ്ട്. അപ്പം അങ്ങനെ അതിന് അപ്ലൈ ചെയ്ത് അങ്ങനെ. അപ്പൊ ഈ ഒരു സാധനത്തിലോട്ടൊക്കെ വരാനൊക്കെ നമ്മളപ്പോ രഞ്ജിത്ത് സാറിന്റെ കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നല്ലോണം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും 100%. എനിക്ക് ലൈക്ക് ഞാൻ അതാ പറഞ്ഞു, ഞാൻ ബോർഡ് എക്സാം വരെ, ഞാൻ +2 വരെ എനിക്കൊരു ധാരണയില്ലായിരുന്നു. ലൈക്ക് ജസ്റ്റ് ഒരു ലോക്കോ പൈലറ്റ് എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് വളരെ ചെറുപ്പം മുതലേ. അപ്പം അവിടുന്ന് ലൈക്ക് ഈ ഒരു ഫീൽഡിലോട്ട് ആക്കിയത് ഉറപ്പായിട്ടും ടെല്ല എന്ന പ്ലാറ്റ്ഫോമും പിന്നെ നമ്മുടെ രഞ്ജിത്ത് സാർ, കുറേ സാറന്മാരുണ്ട്, ഫിറോസ് സാർ ആണെങ്കിലും ആഷിഖ് സാർ, അങ്ങനെ ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ അവിടെ ടെല്ലയില് ക്രാഷിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ക്രാഷ് കഴിഞ്ഞ് ക്രാഷ് തുടങ്ങി ഒരു 1-2 വീക്സ് ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഇതിലേക്ക് ഒരു ക്രാഷ് പ്രോഗ്രാമിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞതും? ബേസിക്കലി അത് ഞാൻ അറിയാൻ കാരണം, ഞാനിപ്പം ഓക്സ്ഫോർഡിലാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ അവിടുത്തെ ടീച്ചറാണ് അമ്മ. അപ്പം അതേ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരെൻ്റെ ജിജ മേഡം, ജി മേഡം. അങ്ങനെ മേഡം ഇത് കണക്ക് എന്നും വിളിക്കുമായിരുന്നു. ലൈക്ക് എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബോർഡ് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഉഴപ്പായിരുന്നു. എനിക്ക് പഠിക്കാനേ താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ കമ്പൽ ചെയ്ത് വിട്ട്, പിന്നെ ടെല്ലേ വന്നപ്പോഴത്തേക്ക് എല്ലാ സാറന്മാരും ടീച്ചേഴ്സ്മാരും അതേ കണക്ക് നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴാണ് സത്യം പറയാമല്ലോ. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുക, എനിക്ക് ആ ഒരു സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്ത ടൈമായിരുന്നു ആ ടൈം. അങ്ങനെ ടെല്ലേ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബോർഡ് എക്സാം തീർന്നത് April 2 ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് മടിയായിരുന്നു, വരാനേ വയ്യാണ്ടിരുന്നത്. അവിടെ വന്നതിന് ശേഷം ഞാൻ ഒറ്റ ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് നമ്മൾ ഇരുന്നപ്പോൾ തന്നെ ഡൗട്ട് ചോദിക്കുന്നതും എടുക്കുന്നതും. അപ്പൊ ആ ഡൗട്ട് ചോദിച്ചെടുത്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ടെല്ലയില്? സത്യം പറഞ്ഞാൽ അവിടെ ഒരു സാറ് മാത്രമല്ല, ലൈക്ക് ഇപ്പം നമ്മൾ ഫിസിക്സ് അറിയാവുന്ന ഒരു സാറിനോട് മാത്സ് ചോദിച്ചാലും പറഞ്ഞു തരും, മാത്സ് അറിയാവുന്ന ഒരു സാറിനോട് ഫിസിക്സ് ചോദിച്ചാലും
അടിപൊളിയായിട്ട് പറഞ്ഞു തരും. അപ്പം നമുക്ക് ഇപ്പം ഒരു സാറിനെ വിളിച്ച് ആ സാറിൻ്റെ തിരക്ക് കൊണ്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് മറ്റൊരു സാർ അവൈലബിൾ. അപ്പം നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ അതുമല്ല എന്താ ലൈക്ക് അവിടുത്തെ സാറന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ടു ബി ഓണസ്റ്റ് ഫ്രണ്ടായിട്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഏജിൻ്റെ ആയിരിക്കും. അപ്പം ആ ഏജ് ആയതുകൊണ്ട് നമുക്കും ആ ഒരു ലെവലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണേലും ലൈക്ക് അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്കിങ്ങനെ പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി. പിന്നെ ഡൗട്ട് ചോദിക്കാൻ എത്ര ഡൗട്ട് ചോദിച്ചാലും എനിക്കൊന്നും ഞാൻ ഡൗട്ട് ചോദിച്ച് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ടീച്ചറൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ എനിക്കൊന്ന് ആ ക്ലാസ്സിൽ ആ പിള്ളേരെല്ലാവരും എന്നെ ഉറപ്പായിട്ടും മനസ്സിലെങ്കിലും വിചാരിച്ചാണ് ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ലൈക്ക് ആ സമയത്ത് ഞാൻ അതാ പറഞ്ഞത് ബേസിക്കലി ഈ ഫിസിക്സ് മാത്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഫിസിക്സിനോട് എനിക്ക് പ്രത്യേകിച്ച് എന്തോ ഒരു താല്പര്യമാണ്. കാരണം സ്കൂളിലാന്നേലും മെയിൻലി ഒരു ജോൺ തോമസ് സാർ എന്ന് പറയുന്നൊരു സാറുണ്ട്. ആ സാറാ സത്യം പറഞ്ഞാൽ എന്നെ ഈ ഫിസിക്സ് എന്നുള്ളൊരു കരിയർ മുമ്പോട്ട് വെച്ചത്. പിന്നെ ഞാൻ +2 നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫിസിക്സ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. കാണുന്നതും അമ്മയുടെ അടുത്ത് വെച്ചറിയാം. അമ്മ പറയും കാണുന്നതും കേൾക്കുന്നതും എല്ലാം എന്തോ ഫിസിക്സ് ലൈക്ക് അങ്ങനൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെല്ലൈ വന്നപ്പോൾ അവിടെ ആഷിഖ് സാറാണേലും ആദ്യത്തെ ടീച്ചറാണേലും പിന്നെ അങ്ങനെ പിന്നെ മെയിൻലി പറയാൻ ഫിസിക്സിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാം, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അദിൽ സാറ് ഞാൻ ചെന്ന് പറഞ്ഞായിരുന്നു ഒരു ക്ലാസ് എനിക്ക് ഒന്നുകൂടി ഒന്ന് വേണം, കാരണം ഞാൻ ഇല്ലായിരുന്നു, അപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഒന്നുകൂടി ഒന്ന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ക്ലാസ് ഓൺലൈൻ വഴി അദിൽ സാർ എടുത്തു തന്നായിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ടൈം തന്നെ അദിൽ സാറിനെ വിളിച്ചായിരുന്നു. സാറേ എനിക്ക് ഇന്നൊരു ഡൗട്ടുണ്ട്, ഞാൻ ലൈക്ക് പറയുക ലൈക്ക് എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഇരുന്ന് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാളല്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ. ഞാൻ എന്തേലും കണ്ടാൽ പെട്ടെന്ന് ചിന്തിച്ചങ്ങ് കൂട്ടും അതിനെ കുറിച്ച്. അങ്ങനെ അത് ഒരു ബേസിക്കലി ഒരു ബാഡ് ക്യാരക്ടർ ആണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ എമൗണ്ടിൽ അത് മൈനസ് തന്നെ. അങ്ങനെ ഞാൻ കുറെ ചിന്തിച്ചു കൂട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് കണക്ക് ആ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ ഡൗട്ട് ചോദിക്കുന്നത്. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എനിക്ക് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ അപ്പോഴേ ഒന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ടീച്ചറിനെ അല്ലെങ്കിൽ ആ ടീച്ചറിനെ അല്ലെങ്കിൽ ആഷിഖ് സാറിനെ ഒക്കെ വിളിക്കും. അപ്പം തന്നെ ടീച്ചർ പറഞ്ഞു. പിന്നെ അതേ കണക്ക് ഞാൻ 5 മണി വരെ അവിടെ ക്ലാസ് ഉള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് 7:30 വരെ ഇരിക്കും. 7 മണി 7:30 വരെ ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ഞാൻ അവിടെ കാണും. ഒരു കണ്ടിന്യൂസ് ഒരാഴ്ചത്തോളം ഞാൻ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിറോസ് സാറാണേലും മാത്സിന്റെ എനിക്ക് ഒന്ന് ലൈക്ക് +1 ഞാൻ കയറിയിട്ടില്ല. ഈ CBSE പിള്ളേരുടെ കാര്യം അറിയാമല്ലോ. +1 എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ട് ഉഴപ്പാനുള്ളൊരു സമയമാണ്, മീൻസ് എൻജോയ് ചെയ്യാനുള്ളൊരു സമയം. അപ്പൊ അങ്ങനെ ആ ഒരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സാറിനോട് ചോദിച്ച് അപ്പൊ സാറ് എന്നും 7 മണി വരെ ഇരുന്ന് പറഞ്ഞു തരും. ആൻഡ് അതൊക്കെ കൂടിയാണ് ഇത്രയും. അത് നമ്മളൊരാളിപ്പോ ഡൗട്ട് വെച്ച് നമ്മൾ എന്തായാലും ഇരുന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചു കൊടുത്തു പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മെറ്റീരിയലിന്റെ കാര്യം പറയാനാണെങ്കിൽ ലൈക്ക് ഞാൻ കീമിനായിരുന്നു വന്നത്. അപ്പം ഞാൻ കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. കുറെ മീൻസ് ഒരു ലെവൽ ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്ക് ആ കീമിന്റെ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണോ സെയിം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇതിലും തരുന്നത്, മെറ്റീരിയൽസിലും തരുന്നത്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ എഴുതിയിട്ടാണ് അപ്പോഴേ അമ്മയടുത്ത് പറഞ്ഞു ഇത് അത്യാവശ്യം നല്ല മാർക്കാണ്, പക്ഷെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യണ്ട, നമ്മള് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് അങ്ങനല്ല, ഒരു ചെറിയ ലെവലിനൊരു ഇതുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ മെറ്റീരിയൽ വേറെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല വേറെ. പിന്നെ ഈ പ്രീവിയസ് ഇയർ സാറ് തന്നെ തരുന്നതായിട്ട് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നു, വേറെ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ എന്താണ് നമ്മളിപ്പോ +1 +2 അത്യാവശ്യം നല്ല ഉഴപ്പായിരുന്നു, കുറച്ച് ബാക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് ലെവൽ ഓഫ് ഇതിൽ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എടുത്തുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ ക്രാഷിന് വന്നപ്പോഴും കുറച്ചെന്താണ് ഒരു 2 വീക്സിന്റെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മിസ്സായ പോർഷൻസും കാര്യങ്ങളും ഈ +2 +1 ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലൈക്ക് കവറപ്പ് ചെയ്തെടുത്തത്? അത് ഞാൻ മാഡത്തിനോട് തന്നെ പറഞ്ഞായിരുന്നു.
ജി മാഡത്തിനോട് തന്നെ പറഞ്ഞായിരുന്നു ലൈക്ക് ഇത് കണക്ക് എനിക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതെങ്ങനെയും അറേഞ്ച് ആക്കി തരണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം മാഡം തന്നെ അപ്പോഴേ എനിക്ക് നമ്മുടെ ആപ്പ് ടെല്ലയുടെ ലേണിംഗ് ആപ്പ് ഓപ്പൺ ആക്കാൻ പറഞ്ഞതും അവിടെ തന്നെ വെച്ച് എല്ലാം റെഡിയാക്കി തന്നു. ലൈക്ക് കയറാനാണേലും പിന്നെ എനിക്ക് ഞാനിങ്ങനെ ഡൗട്ടുകൾ ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് ഇത്തിരി ഡീപ്പായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അതുൽ സാറ് ഇതേക്ക് സാറ് പറഞ്ഞ് മാസ്റ്റേഴ്സ് ക്ലാസ് നീ അൺലോക്ക് ആക്കി തരാം, അങ്ങനെ പഠിക്ക് എന്നുള്ള രീതിക്ക്. അപ്പം അതിൽ അടിപൊളി ക്ലാസ്സസാണ് എന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ട് ആ മാസ്റ്റേഴ്സ് ക്ലാസ്സിൽ പഠിക്കുന്നത്, അതുകൊണ്ട് അടിപൊളിയായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് നിന്ന് ഒരാഴ്ചത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുമായിരുന്നു ടെല്ല ആപ്പിൽ. അപ്പം അതാണേലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താണ് ഇപ്പോൾ ഇപ്പോൾ പരീക്ഷയെ ക്രാക്ക് ചെയ്ത് നല്ല സൂപ്പറായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനെടുത്ത ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ, ആ ഒരു പഠനത്തിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പം നമുക്കറിയാം ഒരു 1 month നമ്മളെ ടെല്ലയിൽ 1 മാസം വന്നതിന് ആ ഒരു ക്രാഷിലൂടെയാണ് ഇതെല്ലാം ക്രാക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു 1 month നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു എഫേർട്ട് എടുക്കുന്ന ലൈക്ക് ആ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? ബേസിക്കലി പറഞ്ഞാൽ ഞാൻ കുറച്ച് ഈഗോ ഉള്ള ടൈപ്പാണ്. അപ്പം ഈ ബോർഡ് മാർക്ക് വന്നപ്പോഴേ നമുക്ക് കീമിന്റെ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആനന്ദ് സാർ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യാൻ, ഈ നമ്മുടെ AME-CET ആണെങ്കിലും IME-CET ആണെങ്കിലും. അപ്പോഴത്തേക്ക് ബോർഡ് മാർക്ക് വന്നപ്പം ഭയങ്കര ലോ, ഒരു 80 ആ ഒരു പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ IME-CET രജിസ്റ്റർ ചെയ്ത് എനിക്ക് ചെന്നൈയിലായിരുന്നു സെൻറ്റർ കിട്ടിയത്. അപ്പോഴത്തേക്ക് അമ്മ എന്നോടൊരു കാര്യം ചോദിച്ചു, ലൈക്ക് ഈ ബോർഡിനെ മാർക്ക് ഇത്ര വാങ്ങാൻ പറ്റുന്ന ഒരുത്തൻ നീ എങ്ങനെ അത് പോയി ക്രാക്കി എന്ന്, വെറുതെ പൈസ ചെലവാകുമോ എന്നുള്ളൊരു കാര്യം. കാരണം ഞങ്ങൾ ഇപ്പം മിഡിൽ ആ ഒരു ആവറേജ് ഫാമിലിയാ ഫിനാൻഷ്യലി ഒക്കെ. അപ്പം അമ്മ ഇതേണക്ക് ചോദിച്ച് ആ പൈസ പോകാനാണോ, അമ്മയുടെ ഒരു ദിവസം ലീവും സ്കൂളിൽ പോകുന്നുണ്ട്, പോകാനാണോ എന്ന് ചോദിച്ചു. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയ ഒരു വാശി, ആ വാശിയിൽ നിന്ന് പിന്നെ ഫുൾ എൻ്റെ ഫോണും പിന്നെ നമ്മുടെ അവിടെ തന്നെ ബുക്സും എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ എന്നിട്ടും പറയും ഞാൻ പഠിക്കുന്ന കാണുന്നില്ലല്ലോ, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ ഫോണിൽ ആണ് ഈ സംഭവം നോക്കുന്നത്. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ലൈക്ക് അങ്ങനെ നമുക്ക് ആ ഫോണിൽ കാണാൻ പറ്റും. ടെല്ലയുടെ തന്നെ മാസ്റ്റേഴ്സ് ക്ലാസ്സിൽ അങ്ങനെ അത് പഠിപ്പിക്കുന്നത്, വിഷ്വൽ ചെയ്താ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ഇതിനെ ഈ എക്സാം എങ്ങനെയാലും എനിക്ക് വാങ്ങിയെടുത്തേ പറ്റുമെന്നുള്ളൊരു വാശി, അത് പഠിക്കാൻ അനുവദിച്ച് അങ്ങനെ ആ ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു കംപ്ലീറ്റ് എഫേർട്ട് എടുത്ത് അത് നേടിയെടുത്ത് അല്ലേ? എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു നമ്മളുടെ ആ ഒരു നീ വന്നതും ആ ഒരു ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ ഇരുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഡൗട്ട് ചോദിക്കുന്നത്, കണ്ടിന്യൂസ്ലി ഡൗട്ട് ചോദിക്കുന്നതും. ഈവൻ എനിക്കറിയാം ഒരു ദിവസം രാത്രി ഒരു 11-12 മണി ടൈമിന് ഡൗട്ട് ചോദിച്ചതും അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു നൈറ്റ് ടൈമിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്തായാലും ഒക്കെ വാട്സപ്പിലൂടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന്റെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മോസ്റ്റ്ലി പഠിക്കാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ ടെല്ലേന്ന് 7:30 ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നത്. വരുമ്പോൾ എന്താണേലും ഇവിടെ വരുമ്പോൾ ഒരു 8 മണിയാവും. പിന്നെ കുളിച്ച് ആ ഒരു റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനായിട്ടിരിക്കും. പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കായിരിക്കും, ചിലപ്പോൾ 10 മണിക്കായിരിക്കും. ആ ഒരു ടൈമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം അപ്പോഴേ എനിക്ക് മൈൻഡിൽ കാണും ഇപ്പോഴേ ലേറ്റായി, ഇത്ര ലേറ്റായി, സാറന്മാര് കാണുമോ, ടെല്ലയിൽ കാണുമോ, ഓൺലൈൻ കാണുമോ എന്നുള്ളൊരു രീതിയായി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് പറയാതെ എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നാലും അപ്പോൾ അത് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പഠിക്കത്തില്ല, പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടങ്ങ് പോകും. അപ്പോൾ അപ്പോഴും തന്നെ ഞാൻ ഫിറോ സാറിന് തന്നെ ഞാൻ എനിക്കൊന്ന് കുറേ ആ ചാറ്റ് നോക്കി എനിക്കൊന്ന് ഒരു 10-20 ക്വസ്റ്റ്യനെങ്കിലും ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ സാറ് തന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയാ. എങ്ങനെയുണ്ട് ആ ഒരു PDF വീഡിയോ? നമുക്കിപ്പോ ഡൗട്ട് നമ്മളിപ്പോ ചോദിച്ചത് നമുക്കല്ല ഇതെന്താണ്, ആദ്യം നമ്മൾ എങ്ങനെയായിരുന്നു ലൈക്ക് ഒരു വോയിസ് അയക്കുമായിരുന്നു അല്ലേ, എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു PDF കാര്യങ്ങൾ, പിന്നെ ശേഷം അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലുള്ള ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു അതോ? എന്ന് വെച്ചാൽ നമുക്കിപ്പം ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ നമുക്ക് ആ എങ്ങനെ അത് ചെയ്യുന്നതെന്നുള്ളത് ആ എഴുതി അങ്ങ് ഇട്ട് തരും, റൈറ്റ് ചെയ്തിട്ട് തരും. അപ്പം നമ്മളത് കണ്ട് മനസ്സിലാക്കണം ഇതങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ ഞാൻ ഫിറോസ് സാറിനോട് ചോദിച്ചാലും ടെല്ലയിലെ ആ സാർ PDF മറ്റേ ടാബിൽ എഴുതി PDF സോൾവ് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ 3 ക്വസ്റ്റ്യനൊക്കെ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അത് 3 എണ്ണവും സാറ് സോൾവ് ചെയ്ത് ആ PDF ആക്കി അയച്ചു തരും. പിന്നെ
അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു 2 മിനിറ്റിന്റെ മിനിമം 2 മിനിറ്റിന്റെ വോയിസ് കാണും. അത് കഴിയുമ്പോൾ ഒരു സോൾവിങ് വീഡിയോ. അപ്പം ആ ഒരു ലൈക്ക് നമുക്ക് തന്നെ പറ്റും, പഠിക്കാൻ പറ്റും. സാറന്മാരുണ്ടായതുകൊണ്ട് ആ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ കാരണമാണ് എനിക്കിത് കിട്ടിയാൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റായി. ഇപ്പൊ നമുക്ക് പൊതുവെ പറയുന്ന ഒരു ടോക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എന്താണ് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ മൊത്തം ഉഴപ്പാണ്, അവരെ കൊണ്ടൊന്നും കൂടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അവർക്ക് എന്താ പറയാൻ തോന്നുന്നത്? സത്യം പറഞ്ഞ ഈ സമൂഹം ഇങ്ങനെ ആക്കുന്നത്, ഈ ഉഴപ്പ് എന്നുള്ള രീതിക്ക് ആക്കുന്നത് ഉറപ്പാ. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ് വരെ അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു തന്നെയായിരുന്നു. ടു ബി ഹോൺസ് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു തന്നെയായിരുന്നു. പിന്നെ 8, 9 കൊറോണ, ഓൺലൈനായി, ഗെയിം കളിയായി, അങ്ങനെയായി. പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാവരും ഫോണിന് അഡിക്റ്റ്, ലൈക്ക് അങ്ങനെ ആയത്. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്. നമുക്ക് ആ സമൂഹം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് ഇപ്പൊ നീ ഉഴപ്പാന്ന് പറഞ്ഞാൽ ആ ചെറുക്ക് ഉറപ്പായിട്ട് ഉഴപ്പും, അത് കൺഫേമാണ്. പിന്നെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ മെന്റർ ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചെറുക്കൻ ആ ഒരു ലെവലിന് എത്തും, കൺഫേം അത്. എനിക്ക് ആ ഒരു ബേസിക് സാധനം കിട്ടിയതിട്ടല്ലേ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത് ഞാൻ. കാരണം JEE-യുടെ ഒക്കെ റിസൾട്ട് പത്രത്തിലൊക്കെ വരുമ്പോഴെല്ലാം ഞാൻ മോനെ എടുത്ത് കാണിക്കും, എടാ നോക്കടാ ഇത് ഇവരുടെയൊക്കെ അച്ഛനും അമ്മയും എന്തുമാത്രം സന്തോഷിക്കുന്നതെന്ന്. അങ്ങനെ ഓരോ കാര്യത്തിൽ ഇവനെ മോട്ടിവേറ്റ് ചെയ്ത് പോകും. പക്ഷെ ശരിക്കും 7th മുതൽ ഇവന് നല്ല ഉളപ്പായിരുന്നു. എനിക്കറിയാം എപ്പോൾ നോക്കിയാലും ഗെയിം കളിയും ഫോണിൽ കളിയും, എപ്പോഴും ഇവിടെ വഴക്കാം, നിനക്ക് ഫോണിൽ ഞാൻ ഫോൺ എടുത്ത് തല്ലിപ്പൊട്ടിച്ച് കളയും എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. അങ്ങനെ +2ന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ പേരൻറ്റ് ജിജിമാമാണെങ്കിൽ എന്നെ കുറേ തവണ ടീച്ചറെ മോനെ വിടണേ എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമെല്ലാം പറയുന്നത് മാം എനിക്ക് അവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല, അവനൊരു ഇൻട്രസ്റ്റ് അല്ലാന്ന്. അവസാനം മാമിൻ്റെ ആ ഒരു അങ്ങനെ കമ്പൽ ചെയ്തതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു നീ എന്തായാലും നാളെ ക്ലാസ്സിന് പോയേ പറ്റൂ, ഞാൻ നിൻ്റെ കൂടെ വരും, പോയേ പറ്റൂ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, അമ്മയ്ക്ക് എന്തോ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ആക്ച്വലി അവൻ ക്ലാസ്സിന് പോയെന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. മാം അന്ന് പോലെ വിളിക്കുന്നുണ്ട്, ടീച്ചറെ ക്ലാസ് തുടങ്ങി. ഇവരുടെ കൂടെ പറയുമ്പോൾ എനിക്ക് റെസ്റ്റ് വേണം, ഒരു എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ, വീണ്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇവൻ്റോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നീ ഒരു ദിവസത്തെ ക്ലാസ്സിന് പോകും, നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ നീ പോകണ്ട, ഇനി പോകുന്നേരെ. അങ്ങനെ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സച്ചുവിനെയും കൂട്ടി, കാരണം കൂട്ടില്ലെങ്കിൽ അവൻ പോകത്തില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അവന്. അങ്ങനെ സച്ചുവിനെ ഞാൻ ഇവനറിയാതെ ഫോൺ ചെയ്ത് കമ്പൽ ചെയ്ത് മോനെ പോടാന്ന് പറഞ്ഞ് ഇവനെയും കൂടെ ഒന്നിച്ച് വിട്ടു. ആദ്യത്തെ ദിവസം ക്ലാസ്സിന് പോയിട്ട് വന്നു, സന്തോഷമായിരുന്നു. 2ാമത്തെ ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു, ഒരിച്ചിരി സന്തോഷം. അപ്പൊ പിറ്റേ 3ാം ദിവസം പറയും സച്ചു ഇല്ലെങ്കിൽ പോകുന്നില്ല. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം ആയപ്പോഴത്തേക്ക് ആശാൻ അങ്ങ് ഭയങ്കര സ്പിരിറ്റ് ആയിപ്പോയി. ക്ലാസ്സിന് പോകണം, രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിന് പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തോ നിനക്ക് ത്രില്ല, ഭയങ്കര ഏറ്റവും അടിപൊളി ക്ലാസ്സാ അമ്മ ഇത് എന്തുകൊണ്ട് എനിക്ക് +1 +2നെ തന്നില്ല. എന്ത് പറഞ്ഞാലും അവിടുത്തെ ക്ലാസ്സും അവിടുത്തെ അധ്യാപകരെ ഈവൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമോ ശരിക്കും അത്ര, ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞൊന്നും ആവത്തില്ലായിരുന്നു. ചെറുതു മുതലേ അവനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കണം, അവിടെ നിന്ന് ലോക്കോ പൈലറ്റ്, അതായിരുന്നു ലാസ്റ്റ് ഉള്ളൊരു സ്വപ്നം. ഒരു 10th വരെ അല്ലെങ്കിൽ +2 വരെ അതായിരുന്നു. അത് കഴിഞ്ഞ് ഈ ടെല്ലയിൽ പോയതിന് ശേഷമാണ് അവൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് എന്തിനമ്മ നമ്മൾ വിചാരിക്കുന്ന എഞ്ചിനീയറിംഗ് മേഖലയല്ല അമ്മ, അതിനപ്പുറം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ശരിക്കും ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് അത് ടെല്ലയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇല്ലെങ്കിൽ എനിക്ക് അത്രയും എഞ്ചിനീയറിംഗ് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അവിടെ വന്ന് ഓരോ അധ്യാപകരുടെ പക്ഷെ എല്ലാം വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. ഓരോ അധ്യാപകരും പറയുന്നതും ഞാൻ നോക്കുമ്പോൾ രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ അധ്യാപകരെ വിളിക്കുക. അപ്പം ഞാൻ ചോദിക്കും മോനെ അവർ മുഷിയത്തിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് വന്ന് കഷ്ടപ്പെട്ടിട്ട് കിടക്കുന്നില്ല, നീ അവൻ്റെ ഉറക്കം കളയും? ഇല്ല അമ്മ, അവിടെ സാർമാർക്കൊക്കെ ഭയങ്കര സന്തോഷം, അങ്ങനെ ചോദിക്കുന്നവരെ ആ സാറിനൊക്കെ ഇഷ്ടം, എത്ര വേണമെങ്കിലും പറഞ്ഞു തരും എന്നുള്ള രീതിയിൽ ഇവ ശരിക്കും അത്രയും ദിവസം അതിനോടൊപ്പം നിന്ന് ആ പഠിച്ച്
എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ഒരു നിലയിലേക്ക് എൻ്റെ മോൻ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്നേരം ഞാൻ മാമിന് മെസ്സേജ് ഇട്ടു. മാമിൻ്റെ ഒരൊറ്റ ഈ ക്രെഡിറ്റ് ഫുള്ള് ഞാൻ മാമിനാണ്. കാരണം ഇവനെ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചതിന് ശരിക്കും ഞാൻ വിടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. നമുക്കറിയാം ആ ഒരു ഫിനാൻസിൻ്റെ എനിക്ക് ഫീസും കൺസെഷൻ തന്നു. അതൊക്കെ എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് എനിക്ക് വിടാൻ പറ്റിയതും. ഞാൻ ഇത് എമൗണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ മോനെ എങ്ങനെയാണ് പോകുന്നത്, അത്രയും വലിയ എമൗണ്ട് അല്ല, വെറും തുച്ഛമായ എമൗണ്ട് ആണ്. അതുമാത്രമല്ല ഇവ അറ്റൻഡ് ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു 20 ഡേയ്സോ ഒരു 25 ഡേയ്സോ ക്ലാസ് ആണ്. അപ്പം അവന് ഒരു 25 ഡേയ്സ് കൊണ്ട് കിട്ടാവുന്നത് ഇത്രയാണെങ്കിൽ ഒരു 2 മന്ത്സ് ഇല്ലെങ്കിൽ 1 ഇയർ ഒക്കെ പോകുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും അവരുടെ ലെവല് ശരിക്കും മാറും. എനിക്കിപ്പോൾ ഉള്ള എല്ലാ പേരൻസിൻ്റെ കൂടെയും പറയാനുള്ള ഒരു കാര്യമാണ്, കുട്ടികളും മടിക്കും. ആദ്യം അവർ പറയും പോകത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അവരെ കമ്പൽ ചെയ്ത് ഈ സ്ഥാപനത്തിലാക്കിയ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഞാൻ 100% ടെല്ലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരെയും ഇതിലൂടെ തന്നെ എല്ലാവരെയും ക്യാൻവാസ് ചെയ്യാൻ എൻ്റെ ഒരു വാക്കുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പറയുക. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുക. എന്നെ എൻ്റെ മോനെ ഈ ലെവലിൽ ഒരു അഭിമാനമായിട്ടുള്ളൊരു നിമിഷം എൻ്റെ ആ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ബാക്ക് സൈഡിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവൻ്റെ അച്ഛൻ്റെ കാര്യമാണെങ്കിലൊക്കെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒത്തിരി അവനെ ഇത്രയായി ഈ ഒരു റാങ്കിൻ്റെ ലെവലിലേക്ക് ഉയർത്തിയതിന് ടെല്ലയോട് 1000 തവണ അല്ല ഒരു 10,000 തവണ നന്ദി പറഞ്ഞാലും തീരില്ല.